നമസ്കാരം. കേരളത്തിന് ഹൈജീൻ അകലെ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഏത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിക്കാളും ഉയർന്നതാണെന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. ഇതൊരു പരിധിവരെ ശരിയാണ് താൻ. കാരണം പുറമേ നിന്ന് നോക്കിയാൽ സുന്ദര കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ആഡംബര വീടുകൾ, ഫ്ലാറ്റുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഹൈടെക് ആശുപത്രികൾ, ഇഷ്ടംപോലെ വാഹനങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ, അങ്ങനെ പലതും. എന്നാൽ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ വളരെ മലീമസമായ അന്തരീക്ഷത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന വായു, വെള്ളം, ഭക്ഷണം എന്നിവയുടെ കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായി വായുവിൻ്റെ കാര്യം എടുക്കാം. വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്നിവയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പൊടിപടലങ്ങളും നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ മനുഷ്യർ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഓക്സിജൻ്റെ അളവ് കൂടേണ്ടതാണ്. എന്നാൽ അനുദിനം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സസ്യങ്ങളും മരങ്ങളും ഓക്സിജൻ്റെ അളവ് കുറച്ചുകൊണ്ടിരിക്കുന്നു. ജന്തുജാലങ്ങൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കാൻ വേണ്ടത്ര സസ്യങ്ങളില്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ്റെ കൂടെ അമിതമായി കാർബൺ ഡൈ ഓക്സൈഡ് പ്രവേശിക്കുന്നു. ഇത് നമ്മുടെ ശരീരകോശങ്ങൾക്ക് ആപത്താണ്. വാഹനങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് വായുവിൽ കാർബൺ മോണോക്സൈഡിൻ്റെ അളവും കൂടി വരുന്നു. സസ്യങ്ങൾ ഭക്ഷണം സ്വയം പാകം ചെയ്യുന്ന സമയത്ത് സ്വീകരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കൂടെ ഈ കാർബൺ മോണോക്സൈഡും പ്രവേശിക്കുന്നു. അങ്ങനെ വാഹനങ്ങൾ പുറത്തേക്ക് വിടുന്ന കാർബൺ മോണോക്സൈഡിനെ ഇല്ലായ്മ ചെയ്യാൻ സസ്യങ്ങൾക്ക് ഒരു പരിധി വരെ സാധിക്കുന്നു. എന്നാൽ സസ്യങ്ങൾ നശിപ്പിക്കുക വഴി ഈ പ്രക്രിയ നടക്കുന്നില്ല. സസ്യങ്ങൾക്ക് പകരം മനുഷ്യർ ഈ കാർബൺ മോണോക്സൈഡിനെ വായുവിൻ്റെ കൂടെ അകത്താക്കും. ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു. നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ ധാരാളം പൊടിപടലങ്ങൾ നിറഞ്ഞതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ശ്വാസകോശം വളരെ മൃദുല കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ചെറിയ അണുബാധ പോലും ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാക്കുന്നു. അലർജി, ആസ്മ, കഫക്കെട്ട്, നീർക്കെട്ട്, ന്യൂമോണിയ തുടങ്ങിയ സംഭവങ്ങളായി മാറും. ലോകത്തിൽ 60 ലക്ഷം ആളുകൾ ഓരോ വർഷം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് മരിക്കുന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. തുടർച്ചയായ അണുബാധ ശ്വാസകോശ ക്യാൻസർ വരെ ഉണ്ടാകും. മരണങ്ങളിൽ ഏറ്റവും പ്രയാസമേറിയ മരണമാണ് ശ്വാസം മുട്ടിയുള്ള മരണം എന്ന് നമുക്കറിയാം. കോവിഡ് കാലത്ത് ആശുപത്രികളിൽ രോഗികളുടെ എണ്ണം കുറവായിരുന്നു എന്നാണ് പല ഡോക്ടർമാരും പറയുന്നത്. കാരണം മാസ്ക് വെച്ച് നടന്നതിനാൽ വായിൽ കൂടിയുള്ള രോഗവ്യാപനം കുറവായിരുന്നു. വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിച്ചത് കാരണം വെള്ളത്തിൽ കൂടിയുള്ള അണുബാധയും കുറവായിരുന്നു. വീടിന് പുറത്ത് ഇറങ്ങുമ്പോൾ മാസ്ക് വെച്ച് നടക്കേണ്ട ഗതികേടാണ് ഇപ്പോഴുള്ളത്. രണ്ടാമതായി പറയാനുള്ളത് വെള്ളത്തെക്കുറിച്ചാണ്. കേരളത്തിൽ കോളിഫോം ബാക്ടീരിയ ഇല്ലാത്ത വെള്ളമേ ഇല്ല എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മിനറൽ വാട്ടർ ആണെന്ന് പറഞ്ഞ് വിൽക്കുന്ന വെള്ളത്തിൽ പോലും കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ട്. ഭൂമിയിൽ മനുഷ്യ വിസർജ്യങ്ങളും മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞു കൊണ്ടിരിക്കുന്നു. കിണറുകളും കക്കൂസുകളും തമ്മിലുള്ള അകലം കുറഞ്ഞു. മണ്ണിൻ്റെ ഫിൽട്രേഷൻ പവർ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വെള്ളം ശുദ്ധീകരിക്കപ്പെടുന്നില്ല. മൂന്നാമതായി ഭക്ഷണത്തിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. ഉപ്പിൽ പോലും മാരക വിഷമാണ് ചേർത്തുകൊണ്ടിരിക്കുന്നത്. രാസവസ്തുക്കൾ ചേർക്കുന്ന പലവ്യഞ്ജന സാധനങ്ങൾ ദിവസവും കഴിക്കുന്നത് കേരളത്തെ മാരക രോഗങ്ങളിൽ തള്ളിവിടുന്നു. ഇതിനെതിരെ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നിൻ്റെ 20% കേരളത്തിലാണ് ചിലവാകുന്നത്. ഈ നില തുടർന്നാൽ കേരളം ഒരു രോഗാലയമായി മാറാൻ അധിക കാലമൊന്നും വേണ്ടിവരില്ല. ഇതിനെല്ലാം പുറമെയാണ് കാലാവസ്ഥയിൽ ഉണ്ടായ മാറ്റം. വേനൽക്കാലങ്ങളിൽ അത്യുഷ്ണവും മഴക്കാലങ്ങളിൽ വെള്ളപ്പൊക്കവും അനുഭവിക്കുന്നു. സസ്യങ്ങൾക്കും മരങ്ങൾക്കും ചുട്ടുപൊള്ളുന്ന വെയിലിനെ നിർവീര്യമാക്കാൻ സാധിക്കും. അന്തരീക്ഷത്തിൽ ഈർപ്പം നിലനിൽക്കണമെങ്കിൽ മരങ്ങളും കാടുകളും വേണം. കാടിന് പകരം ഇവിടെ കോൺക്രീറ്റ് കാടുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പതിക്കുന്ന ചൂട് മണിക്കൂറുകളോളം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു. മരങ്ങളും കുന്നുകളും തണ്ണീർത്തടങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പണക്കാരെ കയറി വിട്ടിരിക്കുകയാണ്. അവർക്ക് ഫ്ലാറ്റുകളും ഷോപ്പിംഗ് മാളുകളും ഓഡിറ്റോറിയങ്ങളും ഉണ്ടാക്കാനാണ് പ്രകൃതിയെ ഈ രീതി ചൂഷണം ചെയ്യുന്നത്. ഒരു ഇഞ്ച് ഭൂമിയെപ്പോലും വെറുതെ വിടാതെ കെട്ടിടങ്ങൾ പണിത് വാടകയ്ക്ക് കൊടുത്ത് പണം സമ്പാദിക്കുന്ന മനുഷ്യൻ്റെ ആർത്തി കാരണം കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ശാസ്ത്രീയമായ പഠനം ഇല്ലാത്തതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഭരണം സർവ്വ ചരാചരങ്ങളെയും ത്രസിപ്പിക്കുന്നതായിരിക്കണം. ശാസ്ത്രം അറിയുന്നവർക്ക് മാത്രമാണ്
സദ്ഭരണം കാഴ്ചവെക്കാൻ സാധിക്കും. പ്രകൃതിയെ നശിപ്പിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചാൽ പ്രകൃതി നമ്മളെ നശിപ്പിക്കും. ഭൂകമ്പവും വെള്ളപ്പൊക്കവും സുനാമിയുമെല്ലാം മനുഷ്യർ വസിക്കുന്നിടത്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക. മാറ്റങ്ങൾ ആവശ്യമാണ്. അതിനുവേണ്ടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം.